കേരളത്തിന്റെ സ്വന്തം രായാവ് രായ്ക്ക് രാമായണ നാട് വിട്ടു പോകുന്ന അതിമനോഹരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ രായാവ് പോകാൻ വേണ്ടി മറ്റേ വണ്ടിയൊക്കെ നിർത്തി നിൽക്കുന്നു. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ പെട്ടുപോയ ആളാണ്. പക്ഷെ ഇന്നത്തെ ഈ പോക്ക് പീക്ക് സാറ്റിസ്ഫാക്ഷൻ ഇത് കണ്ടോണ്ടിരുന്നപ്പോ, ഇതിനു മുമ്പ് തിരുവനന്തപുരത്തുള്ളവര്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ 1 കോടി രൂപയുടെ കാറ് മുഖ്യൻ വാങ്ങാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ തന്നെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യമുണ്ട്, ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെല്ലാം ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ രായാവിന് പോകാൻ വേണ്ടി 10-15 മിനിറ്റ് വെയിലായാലും മഴയായാലും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വെയിലായാലും മഴയായാലും നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇത് ഇങ്ങനെ നിന്നിട്ട് ഇത് കാണാനും അത് വീഡിയോ എടുക്കാനും ജനങ്ങളുടെ ആ ഒരു പവർ എന്താണെന്ന് ഇന്ന് രായാവ് നല്ല ശരിക്കും മനസ്സിലായി കാണുവിടെ. എനിക്ക് നല്ല സന്തോഷമുണ്ട് ഒന്നാമത്തെ കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കേസ് നമ്മളെ മണിയാശാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടായത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ അതായത് ഇവരൊരു എല്ലും കഷ്ണം ഇട്ട് തന്ന ആ എല്ലി കഷ്ണം നമ്മളിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇവർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. പക്ഷെ ഇതിനെയൊക്കെ ന്യായീകരിച്ച് വന്നിരുന്നു പറയണം, ഇത് മറ്റേ നാട്ടുംപുറം രീതിയിൽ അദ്ദേഹത്തിന്റെ തനിതായ ശൈലിയിലൊക്കെ സംസാരിച്ചെന്നാണ് മുതിർന്ന നേതാക്കന്മാരൊക്കെ വന്ന് തള്ളിയടിക്കുന്നത്. പക്ഷെ നമ്മളെ പൊതുജനങ്ങൾക്കും അവരുടേതായ രീതിയിൽ തനിതായ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം, ഇതിനെക്കാളും വൃത്തിയായിട്ട് തിരിച്ച് മറുപടി പറയാൻ അറിയാം. പക്ഷെ ഇവരൊക്കെ മറ്റേ കുറെ അണികളുടെ മറ്റേ പൊതിഞ്ഞ ആഭരണത്തിനകത്ത് ഇരുന്നിട്ടാണ് ഇവർ സംസാരിക്കണം, മനസ്സിലായ? ജനങ്ങളെ ചവിട്ടി തെഴിച്ചുകൊണ്ട് സംസാരിക്കണം. അതിന്റെ ഒരു സമ്മാനമാണ് ഇന്ന് കൊടുത്തത്, ഒരു സെമി സമ്മാനം. ഫൈനൽ 6 മാസം കൂടെ കഴിഞ്ഞ് വരും, അത് ഇതിനെക്കാളും പ്രകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.